ഹലോ നമസ്കാരമുണ്ട് എല്ലാവർക്കും സുഖമല്ലേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പല പല സംഗതികളുണ്ടാവും. പക്ഷേ നമ്മുടെ കയ്യിലിരിപ്പ് കാരണം നമ്മളത് അരന്ന് മേടിക്കാൻ പോയി എങ്ങനെ ഉണ്ടാവും. പിന്നീട് കിടന്ന് കരഞ്ഞിട്ട് പിടിച്ചിട്ട് വലിയ കാര്യമല്ല. ചില മുറിവുകൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു അപ്പച്ചൻ 10-40 കൊല്ലത്തോളം ട്രക്ക് ഓടിച്ച് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് അവസാനം കുടുംബക്കാർക്കൊന്നും വേണ്ടാണ്ട് ചവിട്ടി പുറത്താക്കിയ ഒരു മുതലിനെ ആൾ കാറിലാണ് ജീവിക്കണേ. ആ സാധനം കണ്ടിട്ട് എന്നെ ഒരു മലയാളി വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി ഇപ്പോൾ കാറിലായിട്ടില്ല, പക്ഷെ താമസിയാതെ കാറിലാവും. എൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇവിടെ ഈ അപ്പച്ചനെ സ്വന്തം വീട്ടുകാർ അയാളുടേതായ അല്ലാത്ത കാരണത്താൽ പുറത്താക്കി എന്ന് പറയുമ്പോൾ ഇവിടെ ഇയാൾക്ക് ഇറങ്ങി പോരേണ്ട വന്നു. കാരണം സ്വന്തം കയ്യിലിരിപ്പ് അത്രയും വടക്കട്ട കാരണം. ഇയാളെ പറ്റി പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഇയാൾ ചെറുപ്പത്തിൽ നാട്ടിൽ എന്താ പറയുക കണ്ണി കണ്ടവൻ്റെ വീട്ടിലെ കശുവണ്ടിയും സാധനം കട്ടിട്ടും ഓടിച്ചിട്ടും അങ്ങനെ തിന്നിട്ടും കുടിച്ചിട്ടും നല്ല പട്ടച്ചാരയും കുടിച്ചിങ്ങനെ നടന്നുകൊണ്ടിരുന്നൊരു മനുഷ്യനാണ്. ഈ മനുഷ്യനെ ഇതേമാതിരി കാണാൻ നല്ല ലുക്കായിരുന്നു. അതിൻ്റെ പേരിൽ ഒരു പുള്ളിക്കാരത്തി ഇവിടെ നിന്ന് കല്യാണം കഴിച്ചുകൊണ്ട് കൊണ്ടുവന്നു. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. അതായത് ഇവർ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇയാൾ ഉണ്ടായിരുന്ന നാട്ടിലും ഈ പെണ്ണ് ഗൾഫിലായിരുന്നു. അങ്ങനെ ഈ ഗൾഫിൽ ഈ പുള്ളിക്കാരത്തി നഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ അയച്ചു കൊടുക്കണ പൈസയ്ക്ക് ഇയാൾ നാട്ടിൽ വേറെ പെണ്ണുങ്ങളുടെ അടുത്ത് പോകുമായിരുന്നു. അപ്പോൾ ഇയാൾ ഇതിൻ്റെ എക്സ്ട്രീം ലെവൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ അങ്ങനത്തെ ഒരു വലിയൊരു ചറ്റയായിരുന്നു. ഓപ്പണായിട്ട് പറഞ്ഞു ആൾ. ഒരു പ്രാവശ്യം ഇയാൾ ചെയ്ത പണി എന്താണെന്ന് വെച്ചെങ്കിൽ സ്വന്തം വെഡ്ഡിങ് റിങ് ഊരിയിട്ട് ഈ വന്ന പെണ്ണിന് കൊടുത്തു എന്നുള്ളതാണ്. അതായത് ഇയാൾ ATM നിന്ന് കാശ് എടുത്ത് കൊടുക്കാനായിട്ട് ലേറ്റ് ആവുമെന്ന് കണ്ടപ്പോൾ പെണ്ണ് സമ്മതിക്കാണ്ടായപ്പോൾ എന്താ പറയുക ജാമ്യം നിൽക്കാന്ന് പറയില്ലേ, പണയം വെച്ച പോലെ ഈ സാധനം കയ്യിൽ കൊടുത്തിട്ട് എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ കാശ് എടുത്ത് കൊടുത്ത് തിരിച്ച് മേടിച്ചിട്ട് വരെ കാര്യം നടത്തിയ വിദ്വാനിയാൾ. അപ്പോൾ ഇങ്ങനത്തെ ഒരു മുതലിനെ അവസാനം പിന്നെ കാനഡയ്ക്ക് അവർ മൈഗ്രേറ്റ് ചെയ്ത് അവർ കാനഡയിലേക്ക് വന്നു. പറുദീസയ്ക്ക് പുള്ളി വന്ന് ചാടിയ പുള്ളി നോക്കിയപ്പോൾ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞമാതിരി പല സൈസ് പല വിധം പല തരത്തിൽ എന്ന് പറഞ്ഞ മാതിരി കിട്ടുമല്ലേ. ഇയാളാണെങ്കിൽ ട്രക്ക് ഡ്രൈവിങ്ങും തുടങ്ങി ഗ്രാൻഡായിട്ട്. ബാക്കിയുള്ള ആൾക്കാർക്ക് ടീമായിട്ട് പോകണോടത്തേക്ക് ഇയാളെ ഒറ്റയ്ക്കേ പോവുള്ളൂ. ഇയാളങ്ങനെ സോളോ ട്രിപ്പ് അടിക്കുന്നു. ഇയാൾക്ക് ഇങ്ങനെ ചില ബന്ധങ്ങളുണ്ടാവുന്നു. എവിടെ എന്നാൽ ഈ മുതലക്കൂട്ടി നീന്തൽ മറക്കില്ല എന്ന് പറഞ്ഞ മാതിരി പുള്ളി നൈസായിട്ട് പുള്ളി പഠിച്ച വിദ്യകളൊക്കെയും ഇവിടെ അങ്ങ് ഉപയോഗിച്ചു ഗ്രാൻഡായിട്ട് അർമായിച്ച് നടക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇയാളുടെ ഭാഗത്തു നിന്ന് കുറച്ചൊരു മിസ്റ്റേക്കുകൾ പറ്റി. എന്താ വെച്ചെങ്കിൽ നമ്മൾ ഒരു തെറ്റ് നമ്മൾ പലവട്ടം ആവർത്തിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക വൃത്തികെട്ടൊരു കോൺഫിഡൻസ് വരും നമ്മുടെ ലൈഫിൽ. അങ്ങനെ നമ്മൾ ഒരാളുടെ ഒരു കാര്യം നമ്മൾ ഒളിച്ചു വെച്ചിട്ട് നമ്മൾ ചെയ്തു, ഒരു പ്രാവശ്യമായി ടെൻഷൻ ഉണ്ടാവും. പിടിക്കപ്പെടുമോ, 2 പ്രാവശ്യമായി 3 പ്രാവശ്യമായി. അപ്പോൾ അത് ചെയ്ത് വരുന്നതോറും നമുക്ക് കോൺഫിഡൻസ് കൂടും. അതിനിപ്പോൾ കുഴപ്പമില്ല, അതൊരു റൂട്ടാവും നമ്മളത്. അങ്ങനെ റൂട്ടായ സമയത്ത് എന്താ പറ്റിയെന്ന് വെച്ചെങ്കിൽ ഒരു പുള്ളിക്കാരത്തിയായിട്ട് ഇയാൾക്ക് സ്ഥിരം കുറ്റി, നമ്മുടെ നാട്ടിൽ ഇത് പറയില്ലേ, ഇത് ചിന്ന വീട്, ആ സെറ്റപ്പ്. ആ ചിന്ന വീടുമായിട്ട് ഇയാളിങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം ഇയാളുടെ മോള് വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ മറ്റേ പെണ്ണോട് മിണ്ടാണ്ടൊക്കെ പിടിക്കുന്നോട്ട് വളരെ അലേർട്ടായിട്ടിരുന്നു. പിന്നെ ഇങ്ങനെ ഗ്രാജുവലി വന്ന് ആ പെണ്ണ് അപ്പുറത്തുള്ള സിനിമ ഉണ്ടാവും അല്ലെങ്കിൽ ഇതുണ്ടാവും. ഇതിൻ്റെ വോയിസുകൾ ഇവിടെ കിട്ടി തുടങ്ങി. സംഭവം മകളാണ് വിളിക്കണമെന്ന് വെച്ചെങ്കിലും അമ്മ അപ്പുറത്തിരുന്ന് എല്ലാം കേൾക്കുന്നുണ്ട് അവിടെ സംഭവിക്കുന്നത്. ഒരു ദിവസം കോൺഫിഡൻസ് കൂടി ഇയാളുടെ ഫ്രെയിമിൽ ഇപ്പം ഞാൻ ഇരിക്കുകയാണെങ്കിൽ ഇതേമാതിരി ഒരു സൈഡിൽ നിന്ന് കൈ കണ്ടു വേറെ. അപ്പോൾ ഈ മോള് ചോദിച്ചു അത് ആരുടെ കൈയപ്പാ, അപ്പയുടെ കൈ അല്ലോ വേറൊരു ആളുടെ കൈ പറഞ്ഞു. ആവുന്നില്ല മോൾക്ക് തോന്നാന്ന് പറഞ്ഞിട്ടെങ്കിലും പറഞ്ഞു. ഇത് സ്പാർക്കായി വൈഫിന് എന്തോ കുഴപ്പമുണ്ടല്ലോ എന്നുള്ളത്. വൈഫ് അപ്പോൾ ഇയാളിതൊന്നും അറിയില്ല കേട്ടാ. ഇയാളുടെ കാര്യം തിരുപ്പാചകം തുടർന്നുകൊണ്ടിരിക്കുക ആശാൻ. ഒരു ദിവസം ഇതേമാതിരി ഇയാൾ എന്താ പറയുക, ഇയാൾ സ്ഥിരം പരിപാടി വെച്ചെങ്കിൽ ബോർഡർ ക്രോസ് ചെയ്തിട്ട് ആൾ കാനഡയ്ക്ക് അടക്കും. എന്നിട്ട് ഭാര്യയോട് പറയും ബോർഡർ ക്രോസ് ചെയ്തിട്ടില്ല, നാളെ ക്രോസ് ചെയ്യുള്ളൂ എന്ന് പറയും. അങ്ങനെ അന്ന് രാത്രി ആശാൻ്റെ എന്താ പറയുക ചിന്ന വീടുമായിട്ട് നേരെ അർമാദിച്ച് അവർ വണ്ടിയിൽ വരുന്നു, അർമാദിക്കുന്നു, അങ്ങനെയായിട്ട് പോകും. അങ്ങനെ ഒരു ദിവസം അർമാദനം നടക്കുക, അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭാര്യ വന്ന് കൈയോടെ പൊക്കിയിട്ട് ഭാര്യ പറഞ്ഞു ഇനി നിങ്ങൾ വീട്ടിലേക്ക് വരണമെന്നില്ല, ബാക്കി കാര്യങ്ങൾ നമുക്ക് കോടതി കാണാമെന്ന് പറഞ്ഞു. കയ്യോടെ പൊക്കി സ്ഥിതിക്ക് ഇനി കോടതി പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണെന്ന് ഇയാളുടെ കുറച്ച് ചുരുക്കം ചില കൂട്ടുകാരൊന്ന് ഉപദേശിച്ചു കൊടുത്തു. അതുകൊണ്ട് നീ മര്യാദയ്ക്ക് ഒപ്പിട്ട് കൊടുത്താൽ എന്താ ചെയ്തോ എന്നുള്ളത്. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര ഇതെങ്ങനെ ഇത് പിടിക്കപ്പെട്ടെന്നുള്ളത്. അങ്ങനെ ആശാൻ ഇത് അന്വേഷിച്ച് പിടിച്ചു. വൈഫായിട്ടൊരു കോംപ്രമൈസ് ടോക്ക് പോലെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ
ഇവർ ഇത്ര ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഇയാളുടെ ഗൂഗിളിൻ്റെ ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മകള് ചില സമയത്ത് എനിക്ക് അപ്പനെ എവിടെയാണെന്ന് അറിയണം എന്ന് പറയുമ്പോൾ ഇയാൾ ലൊക്കേഷൻ ഷെയർ ചെയ്യും. പക്ഷേ ഈ സാധനം ലൊക്കേഷൻ അങ്ങനെ ഷെയർ ചെയ്തിട്ട് ലൈവായിട്ട് ട്രാക്ക് കിടക്കേണ്ട ഇയാളെ അത് ഈ ഇത്തിക്കണ്ടപ്പനെ അറിയില്ലായിരുന്നില്ല. അപ്പോൾ ഇദ്ദേഹം അങ്ങനെ പോകണു, കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് വൈഫ് കുറേ കാലമായിട്ട് ഇയാൾ പിന്നാലെ നടക്കുക, കൈയോടെ പിടിക്കാൻ കിട്ടുന്നത് മാസങ്ങൾക്ക് മുമ്പേ ഇവള് തുടങ്ങിയിട്ട് പണി. എന്തായാലും സാധനം അവിടെ അവസാനിച്ചു. ഇയാൾ വീടും ഒക്കെയും കൊടുത്തു, മ്യൂച്വലായിട്ട് ആൾ ഇറങ്ങി, ആൾ വേറെ ബേസ്മെൻ്റ് എടുത്ത് താമസമായി. പക്ഷേ മുകളിലെല്ലാം കണ്ടിട്ട് ഒരുത്തിരിക്കുന്നുണ്ടല്ലോ, ഇയാൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ സ്വന്തം കുടുംബത്തിനെ മറന്നിട്ട് പോയത് അവിടെ തന്നെ പണി കിട്ടി. പുള്ളിക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസറും കാര്യങ്ങളൊക്കെ ആയി. ഇപ്പോൾ എന്താ പറയുക, അപ്പോൾ അറിയാവുന്നവർക്ക് അറിയാം, പിന്നീട് ഈ സാധനം കൊണ്ട് പ്രത്യേകിച്ച് മെച്ചമൊന്നും ഉണ്ടാവില്ല. ആ അവസ്ഥയിലേക്ക് എത്തിയിട്ട് ആളിപ്പോൾ പോകുന്നുണ്ട്. ആൾ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ, ഇത് സംഭവിച്ചിട്ട് കാലം കുറച്ചായി. ആൾക്ക് അന്നൊന്നും ഒരു നെവർ മൈൻഡായിരുന്നു. ചോരത്തളപ്പുള്ള ഇപ്പോൾ ഭാര്യയില്ല കുട്ടിയില്ലെങ്കിൽ എനിക്കൊരു തേങ്ങയില്ല എന്നുള്ള ലെവലിൽ പുള്ളി അർമായിച്ച് നടന്നു. ആൾക്ക് ഇപ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും അസ്വസ്ഥതകൾ തുടങ്ങിയിട്ടുണ്ട്. ആൾക്ക് പറ്റുന്നില്ല. ആളിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ലോങ് ട്രിപ്പ് പോയി കഴിഞ്ഞാൽ മാസത്തിൽ ഒരിക്കലും നാട്ടിൽ വരുന്ന ആവശ്യം, കാനഡയിലേക്ക് വരുന്ന സിറ്റുവേഷനിലുള്ള ട്രിപ്പുകളൊക്കെ എടുത്തിട്ടാണ് ആളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആൾ പറഞ്ഞു വെച്ചെങ്കിൽ മണ്ണിലിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ പോകൊണ്ട് തന്നെയാണ് ഇത് മുഴുവൻ നാശമായത്. ഞാൻ തന്നെ വരുത്തി വെച്ച വിനിയാണ്, ഞാൻ തന്നെ എനിക്കുള്ളത് വിതച്ചു, ഞാൻ തന്നെ കൊയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ, ആ അപ്പച്ചൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഞാനിപ്പോൾ ട്രക്കിലാണ്, പക്ഷെ താമസിയാതെ ഞാൻ അങ്ങോട്ട് പോകേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരും. അത്യാവശ്യം കാശ് കയ്യിലുണ്ട് ആൾക്ക്, കാരണം വേറെ ഇപ്പോൾ കുട്ടികൾക്കുള്ള ബെനിഫിറ്റ് കൊടുത്തുകൊണ്ടിരുന്നു, അതും കഴിഞ്ഞു. ഇപ്പോൾ ആൾ എന്താ പറയുക സെറ്റാണ്, പുള്ളി കാശുണ്ട്. പുള്ളിയുടെ മനസ്സിലെന്ന് നാട്ടിലേക്ക് പോവാം, പോയിട്ട് ചെറിയ സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനോട് ചെയ്യാമെന്നാ. പക്ഷേ ആൾ ഈ വീഡിയോയിലൂടെ പറയാൻ വന്നൊരു കാര്യമുണ്ട് എൻ്റെ അടുത്ത്. ചോരത്തളപ്പുള്ള സമയത്ത് നമുക്ക് തോന്നും നമുക്ക് കുടുംബവും അല്ലെങ്കിൽ ഒരാളെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പിടിക്കാൻ പറ്റില്ല എന്ന് തോന്നും. പക്ഷേ നമ്മൾക്ക് പ്രായം കൂടുന്തോറും നമ്മൾ ഡൗൺ ആവും. ആ ഡൗൺ ആവുന്ന സമയത്താണ് നമുക്ക് ഈ കൂട്ട് എന്നുള്ള സാധനത്തിൻ്റെ ശരിക്കുള്ള ആവശ്യം. അത് ഞാനിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് ഡ്രൈവർമാർ ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, ചേട്ടൻ ബഹുവചനം പറയണ്ട, ഏകവചനം പറഞ്ഞാൽ മതി, കാരണം ഞാനും ഡ്രൈവറാണ്, ഞാനും ഒറ്റയ്ക്ക് പോകണോനാ. അപ്പോൾ നമുക്ക് നെഞ്ചു വിരിച്ചെന്ന് പറയാം. അതായത് വേറെ ഒരുത്തിനെ നമ്മൾ എന്ത് ചെയ്തു എങ്ങനെ ചെയ്തു മുന്നിൽ കൊണ്ടുപോകാൻ കാണട്ടെ, അങ്ങനെ നമുക്ക് വെല്ലുവിളിക്കാൻ പറ്റും. അതൊരു കോൺഫിഡൻസാണത്. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ ബഹുവചനം വേണ്ട, ഏകവചനം പറഞ്ഞാൽ മതി എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. പക്ഷെ പറഞ്ഞില്ല ആളോട്, കാരണം അത്രയും വിഷമിച്ചിരിക്കുന്ന ആളുടെ അടുത്ത് നമ്മൾ പോയിട്ട് വീണ്ടും തലമിട്ട് കൊട്ടണത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞതെന്നുള്ളൂ. അപ്പോൾ ആൾ പറഞ്ഞത്രേ ഉള്ളൂ, നമുക്ക് കുടുംബം എന്നുള്ള സാധനം വളരെ അത്യന്താപേക്ഷിതമാണ്. ഒരു കൂട്ട് എന്നുള്ള സംഭവം വളരെ അത്യാവശ്യമാണ്. ഞാനത് തിരിച്ചറിയാനായിട്ട് വൈകിപ്പോയി. എൻ്റെ പരാക്രമം കാരണം കൊണ്ടും എൻ്റെ കയ്യിലിപ്പ് കാരണം കൊണ്ടും ഞാനിങ്ങനത്തെ പണി ചെയ്തു. അതുകൊണ്ട് നിങ്ങൾ ആൾക്കാരോട് പറയാം, പ്രത്യേകിച്ച് കാനഡ പോലത്തെ രാജ്യങ്ങളിൽ ഡിവോഴ്സുകളുടെ എണ്ണം ഒരു ലോഡ് ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവും അവിഹിതം കാരണമാണെന്നല്ല പറയണത്, പക്ഷെ ഒത്തുപോകാൻ പറ്റില്ല എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ എവിടെയെങ്കിലും ഇതിനെ ബന്ധിപ്പിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. തീർച്ചയായിട്ടും ടോക്സിക് ആയിട്ടുള്ള എല്ലാ റിലേഷനും നമ്മൾ പുറത്ത് പോകണം, വേറെ വർത്താനമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഇയാൾ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ ഇനി വേറെ കല്യാണം കഴിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷേ എനിക്ക് നല്ലൊരു സ്ത്രീയായിരുന്നു എൻ്റെ ഭാര്യ. അത് ഞാൻ തന്നെ കൊണ്ട് നശിപ്പിച്ചു. എൻ്റെ ഭ്രാന്ത് കാരണം കൊണ്ട് ഞാൻ തന്നെ കൊണ്ടുപോയി നശിപ്പിച്ചതാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ പറയണ ആൾക്കാരുടെ അടുത്ത് ഒന്ന് ശ്രദ്ധിക്കുക. 2 വള്ളത്തിൽ കാലിട്ടുള്ള പരിപാടി ഒഴിവാക്കുക. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നുള്ളത് പുള്ളിയുടെ അനുഭവം കൊണ്ട് പുള്ളിക്ക് കിട്ടി. അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധിക്കുക ഏട്ടാ, കുടുംബമാണ്, വെറുതെ കളയാൻ നിൽക്കണ്ട. പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇപ്പോൾ 2 പേർക്കോ ഒരു 10 പേർക്കോ ഗുണം കിട്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ വിളിച്ചത് പറയാം. എൻ്റെ വാട്സപ്പ് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാരണം ഈടായിട്ട് കുറേ ആൾക്കാർ ഇപ്പോൾ എന്നോട് വാട്സപ്പ് നമ്പർ ചോദിക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ഇട്ടെന്നാൽ വീണ്ടും കാണാം. ശരി.